കോഴിക്കോട് തൂണേരി ബ്ലോക്ക് ഓഫീസ് ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാർട്ട് ടൈം സ്വീപ്പർ കക്കട് സ്വദേശി രാജനാണ് മരിച്ചത്. സമീർ സി മുഹമ്മദ് കോഴിക്കോടും ചേർന്നു. സമീർ, എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹൈൽ, തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിലെ പാർട്ട് ടൈം സ്വീപ്പറായിട്ടുള്ള രാജൻ എന്ന 54-കാരനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ ഇദ്ദേഹം ഓഫീസിൽ എത്തിയിരുന്നു. അതിന്റെ സമീപങ്ങളെല്ലാം തന്നെ വൃത്തിയാക്കുകയും ചെയ്തു. പിന്നീടാണ് അദ്ദേഹം അതിന് മുകളിലുള്ള ഒരു കെട്ടിടത്തിലേക്ക് കയറിയത്. അവിടെ ക്ഷീരവികസന വകുപ്പിന്റെ ഓഫീസുണ്ട്. ആ ഓഫീസ് വൃത്തിയാക്കുന്നതിന് വേണ്ടിക്കൊണ്ടാണ് കയറിയത്. പിന്നീട് അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. ഓണാഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവിടെയുള്ള ജീവനക്കാർ റിഹേഴ്സലിനായിക്കൊണ്ടാണ് പിന്നീട് ഈ ഓഫീസിലെത്തിയത്. ആ വേളയിലാണ് ഈ 54-കാരനായിട്ടുള്ള രാജനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഇത്തരം ഒരു സംഭവത്തിന് ഇടയാക്കിയ കാരണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു അവ്യക്തത നിലനിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ബന്ധുക്കളെയും അതുപോലെ തന്നെ പോലീസിലും ഈ ഉദ്യോഗസ്ഥർ അവിടെയുള്ള ജീവനക്കാർ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാദാപുരം പോലീസ് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്കോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കോ മാറ്റും. ഇപ്പോൾ പോലീസ് എത്തിക്കൊണ്ട് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 54-കാരനായിട്ടുള്ള രാജനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കക്കാട് സ്വദേശിയാണ്. ശരി, രാജൻ ആണ് ആത്മഹത്യയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തിനാണ് ആത്മഹത്യ നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. നാദാപുരം പോലീസ് എന്തായാലും സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്.